പറക്കും വീട്. മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട്, പുലകാല മഞ്ഞും പുതച്ചു നിൽപ്പൂ. മുറ്റത്തു ചേലുള്ള പൂക്കളുണ്ട്, ചുറ്റിലും പച്ചപ്പ് കാവലുണ്ട്. അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, മക്കളുടെ കളിചിരികൾ കൂട്ടിനുണ്ട്. പാട്ടും പഴങ്കഥ കൂട്ടവുമായി പൂവട്ടി മെടയുന്ന മുത്തശ്ശിയും. ഞാനാണ് കുഞ്ഞു വീട്, മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട്. എബിയും യാമിയും ജോബിയുമെല്ലാം പുറത്തു പോയതാണ്. എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ്. ഇനി വയ്യ. വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, മക്കൾ സ്കൂളിൽ പോകുന്നു, ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു, സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു, വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു, ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ. ഒന്ന് കറങ്ങിയാലോ? പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വച്ചിട്ട് പോകാം. എങ്ങനെ പോകും? നടന്നു പോകാനാവില്ലല്ലോ, കാലുകളില്ലല്ലോ. പറന്നു പോകാനാവില്ലല്ലോ, ചിറകുകളില്ലല്ലോ. ഉരുണ്ടു പോകാനാവില്ലല്ലോ, ചക്രവുമില്ലല്ലോ. എങ്ങനെ പോകും? ആര് സഹായിക്കും? ഞാൻ സഹായിക്കാം. കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടു വന്ന കാറ്റ് പറഞ്ഞു. അങ്ങനെ കാറ്റിൻ്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു. തിന്തകത്തിന്തകത്താരോ, തകത്തെയ്തകത്തെയ്തകത്താരോ, കാറ്റിൻ്റെ കൈകളിൽ തൂങ്ങി. നീലവാനിൽ പറക്കുന്നു വീട്, പച്ചയിൽ പാൽ നിറം തുന്നി. പുഴ വെള്ളക്കര പോലെ മിന്നി, ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു. തിന്തകത്തിന്തകത്താരോ, തകത്തെയ്തകത്തെയ്തകത്താരോ. ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ ഇവിടെ ചിത്രത്തിൽ കാണാം. ഏതാ 4 തരത്തിലുള്ള വീടുകൾ ഇവിടെ കാണാം അല്ലേ. ഓല മേഞ്ഞ വീടുണ്ട്, വാർപ്പ് വീടുണ്ട്, പിന്നെ ഷീറ്റിട്ട വീടുണ്ട്, ഓടിട്ട വീട്. അപ്പം 4 തരം വീടുകൾ ഇവിടെ ചിത്രത്തിലുണ്ട്. കാറ്റിൻ്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി. ഒത്തിരി കാഴ്ചകൾ. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ, നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ, കെട്ടിടങ്ങളുടെ നീണ്ട നിര, എങ്ങും തിക്കും തിരക്കും. ഹോ, ഇത്രയും വലിയ വീടോ! ഞാനൊരു വലിയ കെട്ടിടമാണ്. എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു. ഇത് പറഞ്ഞത് ആരാന്നറിയോ? വലിയ ഫ്ലാറ്റാണ് കേട്ടോ. കഥയിൽ നിന്ന് കണ്ടെത്താം, കണ്ടെത്തി എഴുതാമെന്നാണ്. അപ്പോൾ ഇവിടെ ഡേഷ് എന്നിട്ട് വന്ന കാറ്റ്. അപ്പം കഥ വായിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് തൊട്ടു തലോടിക്കൊണ്ട് വന്ന കാറ്റ്. അപ്പോൾ അവിടെ വിട്ട ഭാഗത്ത് എന്താ എഴുതേണ്ടത്? തൊട്ടു തലോടിക്കൊണ്ടു എന്ന് എഴുതണം അല്ലേ. വന്ന കാറ്റ് എന്ന് അവിടെ ഉണ്ട്. ഇനി രണ്ടാമതായിട്ടോ ഡേഷ് സൗധങ്ങൾ, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ, അതായത് കെട്ടിടങ്ങളിലെ. ഇനി അടുത്തതായിട്ട് ഡേഷ് ടാറിട്ട റോഡുകൾ. അവിടെ എന്താ വേണ്ടത്? നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ. ഇനി ഹോ, എന്തൊരു ചൂട്! ഒരു മരം പോലും ഇല്ല. അതാ അവിടെ ഒരു വീട് പണിയുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ചു കണ്ടെത്താം. അപ്പോൾ നമുക്കൊക്കെ വീടുണ്ട് അല്ലേ. വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. ഇപ്പോൾ വാർപ്പ് വീടായാലും ഓടിട്ട വീടായാലും ഏത് വീടായാലും ഉണ്ടാക്കുമ്പോൾ എന്താണ്, കുറേ ജോലികൾ ഉണ്ടാവില്ലേ വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇവിടെ ചിത്രത്തിൽ ഇങ്ങനെ കല്ലെടുത്ത് പോകുന്നതും പിന്നെ സിമെൻറ്റ് കുഴച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ കെട്ടിടം അങ്ങനെ ഉണ്ടാക്കുന്നത് ആ പടവ് ചെയ്യുന്ന ഒരാളുണ്ട്. പിന്നെ അതുപോലെ മരപ്പണി ഇത് അവിടെ ജനൽ ഫിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്തൊക്കെയാ പേര് പറയുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം കൽപ്പണി എടുക്കുന്നവർക്ക് എന്താ കൽപ്പണിക്കാരനല്ലേ, മരപ്പണിക്കാരില്ലേ, മരയാശാരി എന്നൊക്കെ പറയും. പിന്നെ വയറിങ് പണി ഉണ്ടാവുമല്ലോ, കറണ്ട് വേണ്ടേ വീടുണ്ടാക്കുമ്പോൾ. പിന്നെ പെയിൻറ്റിങ്, പിന്നെ ഇപ്പം എല്ലാവരും നിലമൊക്കെ എന്താ ടൈൽസ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ടൈൽസ് ഒക്കെ ഇടുന്ന പണിക്കാർ. പിന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്, വീടൊക്കെ മൊത്തം നന്നായി കഴിയുമ്പോൾ അതിനനുസരിച്ച് ഫർണിച്ചറുകളും പിന്നെ എല്ലാം നല്ല വൃത്തിയിലൊക്കെ ആക്കണമെങ്കിൽ എന്താ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലെ അങ്ങനത്തെ ഒക്കെ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ. ഇനി ചൊല്ലി രസിക്കാം. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെയാ,
വിത്തു മുളച്ചോ കൊമ്പു തീളിർത്തോ വേരിൽ നിന്നും പൊട്ടിമുളച്ചോ വീടുണ്ടാകുവതെങ്ങനെയാ എങ്ങനെയാ തറ പടുക്കണം തറ നിറയ്ക്കണം കട്ടില വെക്കണം കതക് കൂട്ടണം ചിന്തേരിട്ടു മിനുക്കിയെടുക്കണം ചുമരു കെട്ടണം മേൽക്കൂര വാർക്കണം ചെത്തി തേക്കണം തറ മിനുക്കണം പെയിന്റ് അടിക്കണം പത്രാസാക്കണം വീടുണ്ടാക്കുവതെങ്ങനെയാ അങ്ങനെയാ. വരികൾ ചേർത്തു പാടാം. ഇലകൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണ്. വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത് ചിലന്തി തന്നെ വലയാണ്. ഇലകൾ തുന്നി കൂട്ടിയെടുത്തത്, അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് അല്ലേ. ഇലകൾ തുന്നാരം കുരുവിയൊക്കെ എന്താണ്, ഇലകൾ കൂട്ടി ഇങ്ങനെ തുന്നി കെട്ടിയിട്ടാണ് എന്തുണ്ടാക്കുക, കൂടുണ്ടാക്കുക. പിന്നെ ചുള്ളിക്കൊമ്പും നാരും ചേർത്ത്, എന്താ കാക്കയൊക്കെ എങ്ങനെയാണ് ചുള്ളിക്കമ്പൊക്കെ കൊണ്ടു ഇങ്ങനെ നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. പക്ഷികളെ നിരീക്ഷിച്ചാൽ മൈന കാക്കയൊക്കെ എന്താ ചെയ്യാറിയോ, ഓരോ ഇങ്ങനെ ചുള്ളിക്കമ്പും ഇപ്പം അതേപോലെ നാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തിയെടുത്ത് പറക്കുന്നത് കാണാം. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ, അവർക്ക് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു. വഴിയറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു മലയുടെ നെറുകിൽ കയറി കുടിപാർക്കാൻ നോക്കി വീട്. അരുതെന്നു വിലക്കി മലയും ഉരുൾപൊട്ടാനിടയുണ്ടേ. ഒരു പുഴയുടെ തീരം കണ്ടു കുടിപാർക്കാൻ ചെന്നു വീട്. അരുതെന്നു വിലക്കി പുഴയും മഴ പെയ്താൽ കരകവിയും ഞാൻ. കാടിൻ്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപാർക്കാൻ നോക്കി വീട്. അരുതെന്നു വിലക്കി കാട്. തകതെയ്തക തെയ്തക തെയ്ത തകതെയ്തക തെയ്തക തെയ്ത. കാടിൻ്റെ നടുവിൽ വീട് വെക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം കൂട്ടുകാരൻ ചിന്തിച്ചിട്ടുണ്ടോ? കാടിൻ്റെ നടുവിൽ വീട് വെച്ചാൽ എന്തൊക്കെയായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക? കാട്ടിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? വന്യമൃഗങ്ങൾ ഉണ്ടാവൂലേ? അവർ സുഖമായി ജീവിക്കുന്ന കാടിന് നടുക്ക് നമ്മൾ വീടുണ്ടാക്കിയാൽ എന്തുണ്ടാവും? അവർ ആക്രമിക്കൂലേ? അപ്പം അതുകൊണ്ടൊക്കെയാണ് അതുപോലെ കാടിൽ ഇങ്ങനെ താമസിക്കുന്നത് എന്താണ്, നമുക്കൊരു സുരക്ഷയില്ല. അതുപോലെ ഇനി അടുത്ത ചോദ്യം, ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണം എന്തായിരിക്കും? പുഴ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വെള്ളം മഴ പെയ്താലൊക്കെ എന്താ വെള്ളം കരകവിഞ്ഞ് ഒഴുകാനൊക്കെ സാധ്യത ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ളപ്പം വീടിന് അതെന്താവും, ഭീഷണിയായി മാറും. ഇനി അടുത്തത് എന്താ, മലയുടെ മുകളിൽ കുടി പാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ്? മലേൻ്റെ മുകളിലൊക്കെ വീടുണ്ടാക്കി താമസിച്ചാൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? മഴക്കാലമൊക്കെ ആകുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. അതുകൊണ്ടാണ് മലമുകളിൽ ഉണ്ടാക്കരുതെന്ന് ആര് പറഞ്ഞിരിക്കുന്നത്? മല പറഞ്ഞത്. പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത്. ഇനി മുന്നോട്ടൊരടി വയ്യ. കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത്. മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ടോടി. എന്തൊരത്ഭുതം! മുറ്റത്തതാ കുഞ്ഞു വീട്. കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടു നോക്കി, തള്ളി നോക്കി. വീടിനു ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തു രസിച്ചു. അവളും അവരോടൊപ്പം കൂടി. അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും കയറി ഇറങ്ങി കളി തുടങ്ങി. പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി. നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എഴുതി നോക്കാം. അപ്പം കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോരുത്തരുടെയും ഭാവനകൾ വ്യത്യസ്തമായിരിക്കൂലേ. അപ്പം ഭാവനയിൽ നിങ്ങളുടെ സ്കൂൾ മുറ്റത്താണ് ഈ വീട് വന്ന് കുഞ്ഞു വീട് വന്ന് ഇറങ്ങിയതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക സ്കൂളിൽ? അത് അവിടെ കള്ളിയിനുള്ളിൽ എഴുതി വെക്കണം. ഇനി ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താം. എന്താ ശബ്ദത്തിന് പകരം ഈ പാഠത്തിലുള്ള ഒരു പദം? ആരവം അല്ലേ. ആരവം എന്നാണ് ഈ പാഠഭാഗത്തിൽ ഒച്ചയ്ക്കുള്ള, അതായത് ശബ്ദം എന്നുള്ളതിന് ഒച്ച അങ്ങനെയൊക്കെ പറയട്ടോ ശബ്ദത്തിന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരവം. ഒരടി വയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തായിരിക്കും ഇവിടെ ഒരടി വയ്യ എന്ന് പറഞ്ഞാൽ? യാത്ര ചെയ്ത് ആരിപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ട്? വീടും കാറ്റൂലേ. ഇനി അടിവരയിട്ട പദത്തിന് പകരപദം പാഠഭാഗത്തു നിന്നും കണ്ടെത്താൻ ഇവിടെ സ്വീകരണം നൽകിയുന്നുണ്ട് അല്ലേ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പകരപദം ചെയ്യണം. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി. അതെന്താണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്? നോക്കി നിങ്ങൾ.
വരവേൽപ്പ് നൽകി എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്വീകരണം എന്നുള്ളതിന് പകരപദം എന്താണ് കൊടുത്തിരിക്കുന്നത്? വരവേൽപ്പ്. ഇനി ഒരു കുഞ്ഞു കവിതയാണ്, പാടി രസിക്കാം. കുരുവി. വാ കുരുവി വരൂ കുരുവി, വാഴക്കൈമേൽ ഇരുകുരുവി, നാരു തരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം, വെയിലല്ലേ ചൂടല്ലേ, തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതെ പോകരുതേ, തണൽ കിട്ടാതെ വലയരുതേ, ജി ശങ്കരക്കുറുപ്പ്. ഇനി ഒരു ക്ഷണക്കത്താണ്. എന്താ നോക്ക്, ക്ഷണക്കത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണക്കത്തിൽ ആ വാക്ക് തന്നെ ഉണ്ട്, എന്താണ്? ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തിലെ. നമ്മുടെ വീട്ടിലൊക്കെ ക്ഷണക്കത്തുകളുമായിട്ട് ആര് വരാറുണ്ട്? ചിലപ്പോൾ വിവാഹത്തിന് ക്ഷണിക്കാനില്ലേ, അതേപോലെ വീട്ടിൽ താമസം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ഷണിക്കാൻ എന്താണ്? കത്തുമായിട്ടാണ് നമ്മൾ വീട്ടിൽ ആര് വരാറുള്ളത്? വിരുന്നുകാരോ നമ്മളെ പ്രിയപ്പെട്ടവരിലെ ആരെങ്കിലുമൊക്കെ വരാറുണ്ടില്ലേ, അയൽപ്പക്കത്തുള്ളവരോ അല്ലെങ്കിൽ എന്താ വിരുന്നുകാരായിട്ട് നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ വരാറുണ്ടില്ലേ, കല്യാണമൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ എന്താണ്? ഒരു ക്ഷണക്കത്താണ്. അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. കുരുവി തീരുമാനിച്ചു. തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം. ക്ഷണക്കത്ത്. മൈലാഞ്ചി മല. പിന്നെ താഴെ കാണുന്നിടത്തിൽ എന്താണ്? അവിടെ ഡേറ്റ് ഇടണം അല്ലേ. കൂട്ടുകാരെ, ഞാനൊരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച അവിടെ താമസമാവുകയാണ്. രാവിലെ 10 മണിക്ക് മുത്തശ്ശി മാവിൻ്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ചാണ് ചടങ്ങ്. കുടുംബത്തോടൊപ്പം വരണേ. കുരുവി, മൈലാഞ്ചിമല. ഇനി കൂട്ടുകാർ പറഞ്ഞു നോക്കണം മറ്റേതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയുന്നു കേട്ടോ. ഇനി ഒരു ഏറുമാടത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്താണ് ഏറുമാടം? അവിടെ ചിത്രത്തിൽ കാണാം, ഒരു മരത്തിന് മുകളിൽ ഒരു കൊച്ചു വീട് കാണാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഏറുമാടം എന്ന് പറയുന്നത് കേട്ടോ. മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ. കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത്. ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഏറുമാടങ്ങൾ പണിയുന്നത്. ഈറ്റ, മുള, വൈക്കോൽ, പുല്ല്, കാട്ടുവള്ളികൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു. കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ്. ഇപ്പം ചിത്രത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ഉയരത്തിലാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ, കൊച്ചു കുടില്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കും വെച്ചാൽ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഉയരങ്ങളിൽ എന്താണ് ഇങ്ങനെയുള്ള ഏറുമാടം ഉണ്ടാക്കുന്നത് കേട്ടോ.